ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ ഡ്യുയറ്റ് വണ്ടി നമ്മൾ വർക്കിന് വേണ്ടിയിട്ടുണ്ട്. അതിനകത്ത് മെയിനായിട്ട് നമുക്ക് പറഞ്ഞവർക്ക് എഞ്ചിൻ ഓയിൽ മാറ്റണം. സെൽഫ് ചില സമയങ്ങളിൽ വർക്ക് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അതായത് മോർണിംഗിലാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഹോൺ ചെക്കപ്പ്, ഹെഡ്ലൈറ്റിൻ്റെ ബോൾട്ട് പൊട്ടിപ്പോയിട്ടുണ്ട്, ഫ്രണ്ടിലത്തെ ഇൻഡിക്കേറ്റർ നോട്ട് വർക്കിങ്, ബ്രേക്ക് ചെക്കപ്പ്, ബ്രേക്ക് കുറവാണ്, ബെയറിങ് ചെക്കപ്പ്, പിക്കപ്പ് ലോ, ഹെഡ്ലൈറ്റ് ബൾബ് മാറണം, ഫ്രണ്ട് കവർ കുറച്ച് ഇടിച്ച് ചളങ്ങിയിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ലെവൽ ചെയ്യാനുണ്ട്. സീറ്റ് കവർ മാറണം, സ്പീഡോമീറ്റർ ചെക്കപ്പ്, ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാൻ കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. സെൽഫ് എടുക്കുന്നതിന് പ്രത്യേകിച്ച് ഒരു കംപ്ലൈൻറ്റൊന്നും നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടൊന്നുമില്ല. ബാറ്ററി 2023 ബാറ്ററി ചെക്ക് ചെയ്യുമ്പോഴും ബാറ്ററി തീരെ കംപ്ലൈൻറ്റ് എന്ന് പറയാവുന്ന ഒരു സ്റ്റേജൊന്നും ആയിട്ടില്ല. 13 വോൾട്ട് വരെ കിട്ടുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 9.4 വന്നെ. അപ്പോൾ നിലവിൽ ബാറ്ററിയുടെ ഭാഗത്ത് വേറെ പ്രോബ്ലം ആയിട്ട് തോന്നണമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ എഞ്ചിൻ ഓയിലൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റാൻ വേണ്ടി അയച്ചാണ്. ഓയിൽ വണ്ടിയിൽ തീരെ ലെവൽ കുറവാണ്. അപ്പോൾ വലിയ കുറവും കാര്യങ്ങളൊക്കെ വന്നതിൻ്റെ മെയിൻ റീസൺ ഇത് തന്നെയാണ്, ആവാനാണ് സാധ്യത. കാരണം എന്താ വെച്ചാൽ ഓയിൽ തീരെ ഇല്ല. ഓയിൽ ഇല്ലാണ്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പിസ്റ്റണൊക്കെ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ എഞ്ചിൻ ഓയിൽ മാറ്റിയിട്ടുണ്ടെങ്കിൽ കൂടി നമ്മൾ ഒരു മാസമൊക്കെ കഴിഞ്ഞ് കയറ്റിയിട്ട് എഞ്ചിൻ ഓയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അത് എത്രത്തോളം കുറഞ്ഞു പോകണമെന്നുള്ള ദിവസം നോക്കണം. വണ്ടിക്ക് പുകയുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നോക്കി ക്ലിയർ ചെയ്തില്ലെങ്കിൽ എന്താ പറ്റുമെന്ന് വെച്ചാൽ എഞ്ചിൻ ഫുള്ളായിട്ട് പിടിച്ച് മേജർ കംപ്ലയിൻറ്റിലേക്കൊക്കെ പോകും കേട്ടോ. പിന്നെ അത് കൂടാണ്ട് ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീൽ ബെയറിങ്ങിന് വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. പക്ഷേ നമുക്ക് ഇത് കട്ട മോഡൽ ടയറാണ് കിടക്കണേ. കട്ട ടയറാണെന്ന് തോന്നുന്നത് ഫ്രണ്ടിൽ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കട്ട ടയറാണ് കിടക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പൊട്ടലും ആ ഒരു വെട്ടലും കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ട് സൈഡിൽ നിന്ന് കാണിക്കുക. അപ്പോൾ മാറ്റിയിടുന്ന സമയത്ത് സാപ്പർ മോഡൽ കമ്പനി ടയർ മേടിച്ചിടാം. അപ്പോൾ അത് പ്രോബ്ലം സോൾവ് ആയിക്കോളും. പിന്നെ റൈറ്റ് സൈഡിലെ കവർ അഴിച്ച് നമ്മൾ ലെവലിങ്ങിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും ലെവൽ ചെയ്യുന്ന സമയത്ത് പെയിൻ്റെ കാര്യങ്ങളൊക്കെ പോകും. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ലെവൽ ചെയ്ത് സെറ്റാക്കാം. ചെറിയൊരു ഗ്യാപ്പ് വ്യത്യാസമൊക്കെ എന്തെങ്കിലും ഉണ്ടാവും കേട്ടോ. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗം നമുക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ മൊത്തം കവറൊക്കെ പൊട്ടിക്കിടക്കാം. ഹെഡ്ലൈറ്റ് വൈസറിൻ്റെ ഭാഗം എല്ലാം പൊട്ടിപ്പോയേക്കാണ്. അത് നമുക്ക് തൽക്കാലത്തേക്ക് എന്തെങ്കിലും രീതിയിൽ പിടിപ്പിക്കാനാണ് പറ്റുള്ളൂ. ടൈ ചെയ്ത് പിടിപ്പിക്കുക എന്തെങ്കിലും ചെയ്യാം. പക്ഷേ അത് ഒരു ശാശ്വത പരിഹാരമല്ല. അത് മാറ്റിക്കളഞ്ഞാൽ തന്നെയാണ് അത് റെഡി ആവുള്ളൂ കേട്ടോ. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ അതിൻ്റെ ബ്രേക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്രേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം. ഫ്രണ്ടിലത്തെ ബ്രേക്ക് ആയാലും ഫ്രണ്ടിലത്തെ ബ്രേക്ക് കേബിളുകൾ ചെറുതായിട്ട് ലോഡായി തുടങ്ങിയിട്ടുണ്ട്. തൽക്കാലത്തേക്ക് നമുക്ക് ബ്രേക്കിൻ്റെ കേസ് അഡ്ജസ്റ്റ് ചെയ്തിടാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം. വലിയ കുറവ് പറഞ്ഞതും പ്രകാരം നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം കൂടി ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്ത് വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് അറിയാനായിട്ടൊക്കെ. വേറെ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല. സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് ബെൻഡെക്സിൻ്റെ ഭാഗവും ചെക്ക് ചെയ്ത് ബെൻഡെക്സൊക്കെ വർക്കിംഗ് ഓക്കെയാണ് കേട്ടോ. വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ബെൽറ്റ് കമ്പനി ബെൽറ്റാണ് കിടക്കണേ. പക്ഷേ അതിൻ്റെ സെൻറ്റർ ഭാഗമൊക്കെ ചെറിയ പൊട്ടലൊക്കെ ഉണ്ട്. ആരംഭമാണ്. കുറച്ചുകൂടി കിടന്ന് ഓർത്ത് എന്നിട്ട് മാറ്റിയാലും മതി. ഓർമ്മയിൽ വെച്ചേക്കാം. നമുക്ക് അത്യാവശ്യം നല്ല ഓട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റി കളയാനാണ് ബെറ്റർ കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞോളൂ എന്താ ചെയ്യേണ്ടതെന്നുള്ള ദിവസം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം. ആ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമുക്ക് എടുക്കാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ.